ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വിശ്വസിക്കുന്ന നിന്റെ സ്വഭാവം മാറ്റിവെച്ചിട്ട് മനുഷ്യരെ മനസ്സിലാക്കാൻ പഠിക്കണം. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഇനി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. സ്റ്റേറ്റ്സിന്ന് ലച്ചു ഒറ്റയ്ക്കാണോ വന്നത്? എന്താ? ഏയ് ഒന്നുമില്ല. കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ചിലപ്പോ തിരിച്ചു പോവും. അല്ല എന്താ അങ്ങനെ? ആ അയ്യോ സച്ചേട്ടാ, ഞാനൊരു കാര്യം മറന്നുപോയി. ഈ മരുന്ന് ഞാനിതൊന്ന് വേഗം കൊണ്ടു കൊടുക്കട്ടെ. നമുക്ക് പിന്നെ കാണാം. ഞാനോട് വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം. സച്ചേട്ടൻ ഉണ്ണിക്കണ്ണന് നേർച്ച നേരം മറക്കരുതേ. ശരിയാണോ അമ്മാവ? ഉടനെ കിട്ടോ? 2 മാസോ? അതിനു മുൻപ് കിട്ടില്ല. അല്ല, എത്ര കാണും? അപ്പൊ ഒരു കേസ് പിൻവലിച്ചു, അങ്ങനെ വിധിച്ചോ? എന്തായാലും സമാധാനമായി. അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ശരി അമ്മാവ, ഞാൻ പിന്നെ വിളിക്കാം. അനുബേട്ടാ, അനുബേട്ടാ, എന്താടി? ഒന്നിങ്ങ് വന്നേ. എന്താടി? എന്താ നീ വലിയ സന്തോഷത്തിലാണല്ലോ? ഇത് ശരിക്കും സന്തോഷിക്കേണ്ട കാര്യം തന്നെയാ. നമുക്ക് ലോട്ടറി അടിച്ചു അനുബേട്ടാ. ലോട്ടറിയോ? അതിനിപ്പോ നീ എപ്പോഴാ ലോട്ടറി എടുത്തത്? അയ്യോ, ഞാൻ പറഞ്ഞത് ആ ലോട്ടറി അല്ല. പിന്നെ? അതെ, കേസിൽ കിടന്ന നമ്മുടെ ഫാമിലി പ്രോപ്പർട്ടി ഇല്ലേ, ഹൈവേക്ക് അടുത്തുള്ളത്. അത് വിധിയായി. എതിർ പാർട്ടിക്കാർ കൊടുത്ത കേസ് കോടതി തള്ളിക്കളഞ്ഞു. നമുക്ക് അനുകൂലമായിട്ടാ ഇപ്പൊ വിധി വന്നേക്കുന്നത്. ഉടൻ തന്നെ ആ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റും. നല്ലൊരു തുക കിട്ടും നമുക്ക്. അതുകൊണ്ട് നമുക്കൊരു വീട് വാങ്ങിക്കണം. ഈ വിധി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ ഈ വിധി വരണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് നിനക്കറിയില്ലേ? എന്തോന്ന് പ്രത്യേകത? ഒരു പ്രത്യേകതയില്ലേ? എടീ, നിനക്ക് ഈ ലോട്ടറി അടിച്ചതിനേക്കാളും വലിയ സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയ ദിവസമാണെന്ന്. അച്ഛന് കുഞ്ഞ് ജനിച്ച ദിവസം. അതും കോടതി വിധിയും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള വിവരം നിനക്കില്ലാതെ പോയി. എടീ, അച്ഛന് കുഞ്ഞ് ജനിച്ച ദിവസം തന്നെയാണ് ഈ ഭാഗ്യം നിനക്ക് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താ? അച്ഛന്റെ കുഞ്ഞ് ഈ വീടിന്റെ ഭാഗ്യമാണോ ദോഷമാണോ എന്ന് ഇനിയെങ്കിലും നീ തിരിച്ചറിയണം. ഈ കോടതി വിധി ഇതിനു മുമ്പും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞും വരാറുന്നില്ലേ? ഇന്നത്തെ ദിവസം തന്നെ ഇത് വരാൻ കാരണം എന്താ? അവന്തിയുടെ വാക്ക് കേട്ട് ആ കുഞ്ഞ് വലിയ ദോഷമാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് നീയല്ലേ? ഇപ്പൊ നീ എന്ത് പറയുന്നു? ശരിയാ അനുബേട്ടാ, എനിക്ക് തെറ്റുപറ്റി. ആ അവന്തിക എന്നെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. അവളെ വിളിച്ച് ഞാൻ 4 വർത്താനം പറയുന്നുണ്ട്. അച്ഛന്റെ കുഞ്ഞ് നമ്മുടെ ഭാഗ്യം തന്നെയാ. നീ ഇനി ആരെയും വിളിച്ചൊന്നും പറയാനൊന്നും പോകണ്ട. അതെ, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയാലോ? എനിക്കേ ആ കുഞ്ഞിനെ കാണാൻ ഒരു ആഗ്രഹം. കോടതി വിധി അനുകൂലമായിട്ട് വന്ന് കാശ് കിട്ടുന്നപ്പോഴല്ലേ നിനക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം തോന്നിയേ? അല്ല അനുബേട്ടാ, എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. ആ കുഞ്ഞിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു. നീ പറഞ്ഞൊക്കെ കേട്ട് അച്ഛന്റെ മനസ്സിന് എത്രമാത്രം മുറിവേറ്റ് കാണും. ബന്ധങ്ങൾ മുറിഞ്ഞുപോയാ പിന്നെ കൂട്ടിച്ചേർക്കാൻ പ്രയാസമാണെന്ന് ഇനിയെങ്കിലും നീ തിരിച്ചറിയണം. കുടുംബത്തെ ചേർത്ത് നിർത്താനും വെട്ടിമുറിക്കാനും ഒരൊറ്റ വാക്ക് മതി. നിന്റെ മരമണ്ടം തലയ്ക്കകത്ത് ഇനിയെങ്കിലും ആ വെളിച്ചം വരണം. മനസ്സിലായോ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വിശ്വസിക്കുന്ന നിന്റെ സ്വഭാവം മാറ്റിവെച്ചിട്ട് മനുഷ്യരെ മനസ്സിലാക്കാൻ പഠിക്കണം. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഇനി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. അവക്കേ നാളെ മുതൽ കഞ്ഞിയൊക്കെ കൊടുത്തു തുടങ്ങാന്നാ ഡോക്ടർ പറഞ്ഞേ. അതെ,
എല്ലാം ഞാൻ റെഡിയാക്കി തരാം. ക്യാൻറ്റീനൊന്നും വാങ്ങിക്കണ്ട. ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. ഓ ഇനി അച്ഛന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. ഉം? ഉം. ഉം. കാശ് കിട്ടുന്നായപ്പോ അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ദൈവമേ, കോടതി വിധി അങ്ങനെ മറിച്ചായിരുന്നെങ്കിൽ ഇവളെ ഈ വീട് തിരിച്ചു വെച്ചാന്. നാളെന്താ? പുണർദം. വിനീത്. ആ ചേട്ടാ, ഒരു വെണ്ണ നേർച്ച. പേര് നാളും പറയൂ. കുഞ്ഞിന് പേരിട്ടിട്ടില്ല. നാളെ മകം. പേരറിയില്ലെങ്കിൽ ഭഗവാന്റെ പേരിൽ നടത്താം. ഇതിപ്പോ ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മയുടെ പേരിൽ നടത്താം. കുഞ്ഞിന്റെ അമ്മയുടെ പേരിൽ മതി. പേര് അർച്ചന. നാള് കാർത്തിക. ആ ശരി ശരി. ദാ എന്റെ ഉണ്ണിക്കണ്ണ, അർച്ചനയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തല്ലേ.